തകർക്കാനും മറ്റുള്ളവരിലൊക്കെ ഒന്നാമത്തെ സാധനം ഗീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗീസ് ഗ്രാനി ചാപ്റ്റർ 2 ആ ഒരു ഗ്രാനി ചാപ്റ്റർ 2ൻ്റെ പാർട്ട് 1 ഇട്ടിരുന്നു. പാർട്ട് 2 എസ്കേപ്പിംഗ് വീഡിയോയാണെന്ന് ഞാൻ കരുതുന്നു. ഇതിനകത്ത് നമ്മൾ ഗ്രാൻഡ് പേനെ മാത്രമേ ഇടുന്നുള്ളൂ, ഗ്രാനിനെ നമ്മൾ ഇടുന്നില്ല. കാരണം ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. നിങ്ങൾ പാർട്ട് 1 കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ എന്തുമാത്രം എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും എസ്കേപ്പും കാറിലും ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ എന്ന കാറിലും എല്ലാം വെച്ചാലും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ഗ്രാനിനെ മാറ്റാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനിനെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡിൽ അത് നമുക്ക് തുറന്നു വരത്തില്ല. പിന്നെ ചിലപ്പം കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് അവിടെ കാണാൻ സാധിക്കും ചിലപ്പം. അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചെയ്യാനുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമുക്ക് ആ ഒരു വീണ്ടും മണ്ടയ്ക്ക് പോയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും ഗ്രാൻഡ് മാത്രമേ ഉള്ളൂ ഇതേ ഗ്രാൻഡ് പുള്ളി ഉള്ളതുകൊണ്ട് തന്നെ അതിൽ പേടിക്കാനൊന്നും ഇല്ല. ഗ്രാനിനെ ഞാൻ മാറ്റാൻ കാരണം നിങ്ങൾക്ക് അറിയാം ഇന്ന പോലെ സംഭവങ്ങളുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഞാൻ മാറ്റാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ നമുക്കൊന്ന് പോയി നോക്കണം. ഇവിടെയൊക്കെ നമുക്ക് പിന്നെ വരാം. ഈ പിക്ചർ നമുക്ക് ഈ മണ്ടയ്ക്കായിട്ട് കൊടുക്കണം ഗൈസ്. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നോക്കിയാണ്, പക്ഷേ കുറേ കാത്ത് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെയാണ് സെക്യൂരിറ്റിക്ക് കൊടുക്കേണ്ടത്. ഇവിടെ എന്തെങ്കിലും ഉണ്ട്. സ്റ്റൺ ഗണ്ണ് കിട്ടി. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ സ്റ്റൺ ഗണ്ണ് കൊണ്ട് വന്നിട്ട് ഞാൻ ടൈപ്പ് കൊടുക്കാം. അങ്ങനെ അടയ്ക്കും. എനിക്ക് ടാപ്പ് കാണാം. അത് നമുക്ക് സെക്യൂരിറ്റിക്ക് ഗാർഡ് കിട്ടി ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് സെക്യൂരിറ്റിക്ക് ഗാർഡ് കിട്ടി. സെക്യൂരിറ്റിക്ക് കിട്ടിയ ശേഷം ഇതിനകത്ത് എന്തെങ്കിലുണ്ടോ? ഓക്കെ, ഇതിനകത്തൊന്നുമില്ല. മണ്ടയ്ക്കിപ്പോൾ വേറെ എന്തെങ്കിലും നോക്കാം. അത് കുറേ ഉണ്ടായി, നമുക്കെന്തെങ്കിലും കുറച്ച് നോക്കാം എന്തൊക്കെ. ഓക്കെ, ഡോർ ഹാൻഡിലാണ്. ഇവിടെ ഒന്നുമില്ല. അത് നമുക്കെന്തെങ്കിലും ക്രോബാർ കണ്ടുപിടിക്കണം. പിന്നെന്താ, നമുക്കെന്തെങ്കിലും ഷൺഗൺ ആവശ്യമുണ്ട് സേഫ്റ്റിക്ക് അഥവാ എങ്ങാനും വന്നാലോ നമ്മൾ പെടൂലേ, അതുകൊണ്ടാണ്. അപ്പോൾ സേഫ്റ്റിക്ക് നമ്മൾ വെച്ചു. ഹാൻഡ് വീൽ എവിടെ വെക്കണ്ടേ ഗൈസ്? എനിക്കൊരു പിടുത്തമില്ലല്ലോ. ഹാൻഡ് വീൽ ബോട്ടിൻ്റെ ആ ഒരു ഇതിലാണോ ആണെന്ന് തോന്നുന്നു. നോക്കാം. ഓക്കെ, ഡക്ട് ടേപ്പ് കിട്ടി. വേറെ നമുക്ക് മറ്റേ അവിടെ നോക്കാണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ നോക്കിയായിരുന്നു, ഇവിടെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ താഴെ ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ചെയിൻ കട്ടറാണ്. ഇത് നമുക്ക് ഡോറിൻ്റെ എസ്കേപ്പിനാണ് ആവശ്യം. ഇത് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ മണ്ടയ്ക്ക് പോവാം. അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് മറ്റേ സംഭവം ചെയ്യാനുണ്ട്. ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ സാധനം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തേപ്പാണ്. പോത്തില്ലായിരിക്കും. അത്രയും പോവില്ല എന്ന് ഉറപ്പാണ്. കൊടുക്കാൻ ഞങ്ങളാരും പോക്കല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെയാണ് പിക്ചർ കൊടുക്കേണ്ടത്, ആ ഭാഗത്താണ് പിക്ചർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാമ്പ് കണ്ടു. എന്തോ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് പിന്നോട്ട് ഓടി വരും, പുള്ളിക്കാരൻ്റെ പിന്നോട്ട് ഓടി വരും മീൻസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് ചാടാം. ഓക്കെ, ഇറങ്ങൊന്നുമില്ല. അപ്പോൾ നമ്മൾ സേഫ്റ്റി ഇരിക്കുന്നിടത്ത് നമുക്ക് പോകണം. അവിടെ എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബോട്ടിൻ്റെ കീ ഉണ്ട് അവിടെ. ബോട്ടിൻ്റെ കീ കിട്ടി. ഓക്കെ, വ്രഞ്ച് കിട്ടി. ഓക്കെ, വ്രഞ്ച് ആവശ്യമുണ്ട്. വ്രഞ്ച് നമുക്ക് ഇട്ടിട്ട് മറ്റേ ഗ്ലാസ് ഫ്യൂസ് ഉണ്ട്. അത് അവിടെ ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ല. ഗ്ലാസ് ഫ്യൂസ് ആയിട്ട് വന്നപ്പോഴുണ്ട്. ഓക്കെ, 3 പിക്ചർ നമുക്ക് കിട്ടി. മണ്ട് അയച്ചു പോലും ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ പിക്ചർ എടുത്തുകൊണ്ട് പോയിട്ട് പിക്ചറും കാണാൻ നമുക്ക് സെലക്ട് ചെയ്ത് പിക്ചറും കാണാൻ നമുക്ക് വെച്ചിട്ടൊക്കെ വരാം. ഓക്കെ ഗൈസ്, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ അടുത്ത് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു ഫോട്ടോയും കാണാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെച്ചു.
ഇവിടെ അപ്പോൾ നമ്മൾ ഗ്രാൻഡ് പേനെ കാണാൻ നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ നമ്മൾ കൊന്നിട്ടുണ്ട് പുള്ളിനെ. ഓക്കെ ഗ്രാൻഡ് പാ ഈസ് നൗ ഗോൺ ഫോർ അബൌട്ട് യു. അപ്പം ഇതിലൂടെ ഗണ്ണിരിക്കട്ടെ, നമുക്ക് ഫോട്ടോയും കാണുന്നുണ്ടോ വെച്ചിട്ടില്ല. ഈ പുള്ളിനെ വെച്ചാണ് നമ്മൾ 2 മിനിറ്റെങ്കിലും നമുക്ക് സേഫായിട്ടിരിക്കാനാണ്. നമ്മുടെ വലിയ കുഴപ്പമൊന്നുമില്ല. എവിടെ സ്പോൺ ആവാൻ നടത്തില്ല പുള്ളിക്കാരൻ. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഫീച്ചർ കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്തേക്കാം ഗൈസ്. ഇതുപോലത്തെ കുറേ വീഡിയോസ് ഇങ്ങനത്തെ കുറേ ഹൊറർ ഗെയിംസും പിന്നെന്താ പറയുക കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് നമുക്ക് ഇടാവുന്നതായിരിക്കും. പിന്നെ മറ്റേ ആ ചെലന്തീനെ കൊല്ലുമ്പോൾ ഒരു പ്രശ്നം വരും ഗൈസ്. മറ്റേ ചെലന്തീനെ കൊല്ലുമ്പോൾ ഈ പറയുന്ന ഈ ഗ്രാൻഡ് പേയുടെ അപ്പോൾ ഗൈസ് നമ്മളിത് തുറന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗ്രാൻഡ് പേയുടെ കണ്ണ് ചുമക്കും. അതായത് ആ ചെലന്തീനെ കൊന്നു കഴിയുമ്പോഴാണ് ആ സാധനം ചുമക്കുന്നത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും സ്റ്റങ്ക് എടുക്കാം, എന്നിട്ട് ആ ചിറക്കനെ നമുക്ക് തൂക്കിയേക്കാം. ആ പെറ്റിനെ നമുക്ക് നൈസിൽ തൂക്കാം. അന്നേരം നമ്മൾ കണ്ടാൽ മതി. അന്നേരം ഗ്രാൻഡ് പേയുടെ കണ്ണ് ഒരുമാതിരി ചുമന്നിങ്ങനെ ഇരിക്കും. നമ്മളെ മാത്രം പിടിക്കാനായിട്ട് വരുന്ന വല വരും. അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ചിക്കൻ കൊടുക്കണമെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. എങ്ങനെ കൊടുക്കുക? ഈ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടേ വെക്കണം, അങ്ങനെയാണെന്ന് തോന്നുന്നു. അറിയില്ല. നമുക്ക് വെടിവെച്ച് കൊല്ലാം, അത് തന്നെയാണ് നല്ലത്. അയ്യോ പെട്ടു. കടിക്കില്ലേ. അപ്പോൾ ഗ്രാൻഡ് പേ കാരണം ഇങ്ങോട്ട് വേണ്ട കിണ്ണമായിട്ട് പറന്ന് കഴിഞ്ഞിട്ടുണ്ട്. പുള്ളി ചത്ത് വെടിയാകാം. ഇത് സത്യം പറഞ്ഞാൽ പെർമനൻ്റ്ലി പുള്ളി ചാവുകയാണ്, മനസ്സിലായോ? ഫുള്ളായിട്ട് ചാകും, അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ക്രോബാർ കിട്ടി. അപ്പോൾ ഈ ഒരു ക്രോബാർ കൊണ്ട് നമുക്ക് കുറേ സാധനം നമുക്ക് നോക്കാറുണ്ട്. അപ്പോൾ ക്രോബാർ കൊണ്ടുപോയിട്ട് താഴത്തെ ബോക്സ് ഉണ്ട്, ആ ബോക്സ് വന്നിട്ട് എന്താ കിട്ടുക നോക്കാം. എനിക്ക് സ്പാർക്ക് പ്ലഗ് വേണം, പിന്നെന്താ ഗ്യാസ്, ഇത് വേണം, ഫ്യൂൽ. ഓക്കെ വെപ്പൺ കീ കിട്ടില്ല. അപ്പോൾ ഈ ഒരു വെപ്പൺ കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ആ പിക്ചർ ഓർമ്മയുണ്ടായിരുന്നു, അവിടെ ഗണ്ണിൻ്റെ ഒരു ഇതുണ്ട്, ഗണ്ണിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഗണ്ണ് നമുക്ക് പൊട്ടിക്കണം. ഓക്കെ അപ്പോൾ നമുക്ക് സെറ്റാക്കാം. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ സാധനം വെക്കണം. ഞാൻ പറയുകയാണ് നേരത്തെ സെറ്റപ്പാക്കിയിട്ട്. അപ്പോൾ ബോട്ടിൻ്റെ സ്റ്റിയറിങ് നമുക്ക് കിട്ടി. ഇതെല്ലാം നമുക്ക് നേരത്തെ നമ്മൾ സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ ബോട്ടിൻ്റെ സ്റ്റിയറിങ് അവിടെ വെച്ചിട്ടുണ്ട്. അല്ല സെറ്റപ്പാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ കൂട്ടിയിട്ടേക്കാണ് ഗൈസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവിടെ കണ്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഈ ഒരു ഷോട്ട് തന്നെ വെച്ച് ഒന്ന് നമ്മൾ പൊട്ടിച്ചു. ഓക്കെ രണ്ടാമത്തെ മൂഞ്ചി. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇതൊക്കെ ഉണ്ട്, ഒന്നുമില്ല താഴത്ത് ഇരുന്ന സമയത്താണ് തോന്നുന്നു നോക്കണ്ട. എന്നാലും കിട്ടുന്നുണ്ട്. എടാ ടൈമിങ് ആക്കി നമുക്കെന്തെങ്കിലും പൊട്ടിച്ചിട്ട് ഞാൻ വരാം. സെറ്റപ്പായി ലാസ്റ്റ് കാണും. ലാസ്റ്റ് സെറ്റപ്പാക്കണം. ഓക്കെ ഓൾ സെറ്റ് ആമങ്ങ ഇഞ്ചി ഒരു ആമ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ ഇവിടെ ഗ്ലാസ് ഫ്യൂസ് കൊടുക്കണം. ഇവിടെ ഗ്ലാസ് ഫ്യൂസ് കൊടുത്താലേ നമ്മൾ അപ്പോൾ അതേ ജയിക്കുള്ളൂ. ഓക്കെ അപ്പോൾ അവിടെ ചെയിൻ കട്ടർ കണ്ടാണ് നമുക്ക് വേണ്ടത്. ചെയിൻ കട്ടർ നമ്മൾ കണ്ടിരുന്നു, അതെന്തെല്ലാം നമുക്ക് എടുത്തിട്ട് വരാം. എല്ലാവരും ചാടാം. അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഗ്രാൻഡ് പേനെ കണ്ടു. ഗ്രാൻഡ് പേനെ അടിച്ച് ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ, നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ ചെയ്യാം.
ബാക്കി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫ്യൂസും കാർഡ് എടുത്തിട്ട് വരും. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ ചേഞ്ച് ശേഷം നമുക്ക് വീഡിയോ ഇടുക. അപ്പോൾ ഇത് തുറക്കാൻ പോകും. സെറ്റപ്പായി. ഇതെന്താ ഇത്? ഓ, ഇതേതോ ഒരു അപ്പച്ചൻ കഴിച്ചു. കാരണം ഗ്രാൻഡയുടെ അച്ഛനാന്ന് തോന്നുന്നു. ഹലോ. ഓക്കെ, ഹെലികോപ്റ്റർ കീ ആണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ് ബാക്കി നമുക്ക് ചെയ്തിട്ട് വരാം കഴിച്ചു. യെസ്, ഹാൻഡ് ഗ്രാനേഡ് കിട്ടിയില്ല. അച്ഛന് 3 എണ്ണം ഉണ്ടായിരുന്നു, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗ്രാൻഡയുടെ തലമണ്ടയിലോട്ട് ഇറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ ഈ സീനിൽ നമുക്ക് ആവശ്യം വെച്ചാൽ കാർ ബോട്ട് എസ്കേപ്പിനാണ് ആവശ്യം. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടിയിട്ടില്ല. സ്റ്റിയറിങ് നമുക്ക് കിട്ടി, ബോട്ടിൻ്റെ കീ കിട്ടി, പിന്നെ സ്പാർക്ക് പ്ലഗ് വേണം. ഓ, നമ്മൾ ക്രോബാർ എടുത്തില്ലല്ലേ? ക്രോബാർ നമുക്ക് ആവശ്യമുണ്ടായി. സ്ക്രോബാർ അതവിടെ കണ്ട് കിടപ്പാണ്. അപ്പോൾ നമുക്ക് സ്ക്രോബാർ എടുത്തിട്ട് വരാം. ഓക്കെ, എവിടെ ക്രോബാർ ത്രൂ ചെയ്യുമ്പോൾ എൻ്റെ ഫോണിന് വലിയ സ്പാർക്കൊക്കെ ഉണ്ടായി. ഓക്കെ, നമുക്ക് എന്തായാലും ക്രോബാറും കാലം എടുത്തിട്ട് വരാം. അപ്പോൾ മണ്ടയ്ക്കത്തെ അത് ഈ ഒരു ബോക്സ് തുറന്നപ്പോൾ, ക്രോബാർ കൊണ്ട് തുറന്നപ്പോൾ നമുക്ക് കിട്ടിയത് പാഡ്ലോക്ക് ചെയ്യാണ്. അത് ഇവിടെയായിട്ടാണുള്ളത്. ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് ഇപ്പോൾ വെക്കണം, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തെങ്കിലും ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ട് പാഡ്ലോക്ക് വെച്ചു. ഇത് മണ്ടയ്ക്ക് പോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് ചെയ്ത് ഫിറ്റൊക്കെ. അപ്പോൾ നമ്മൾ സ്പാർക്ക് പ്ലഗ് ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് വീല് വെച്ചു. പിന്നെ ഗ്യാസോലൈനാണ് ഇപ്പോൾ വെക്കുന്നത്. ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അടുത്ത സ്പാർക്ക് പ്ലഗ് എടുത്തുകൊണ്ട് വരണം. അത് നമുക്ക് എന്തെങ്കിലും തപ്പിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, എനിക്കപ്പോൾ മറ്റേ ഈ ഹാൻഡ് വീൽ എവിടെ ഉപയോഗിക്കേണ്ടത് എനിക്ക് മനസ്സിലായി. അത് എനിക്ക് കണ്ടുപിടിച്ചു ഞാൻ. അപ്പോൾ എന്തായാലും നമ്മൾ ഹാൻഡ് വീലും കാരണം എടുത്തിട്ടൊക്കെ വരാം. അപ്പോൾ ഹാൻഡ് വീൽ കണ്ടുണ്ടായിരുന്നു. ഹാൻഡ് വീൽ അപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്തായാലും പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരനാണ് സൗണ്ട് കിട്ടിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ മറ്റേ ആ കിളമ്പിനൊന്ന് തോന്നപ്പോഴേ മറ്റേ ആ സിലിണ്ടറിനെ ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നു ആൾ ഭയങ്കര ഡേഞ്ചറാണെന്ന് തോന്നുന്നു. ആളെ കൊല്ലാൻ പറ്റൂല, ആളേറിയാണ് എങ്കിലും. പക്ഷെ ആളെന്തായാലും പോയി. പക്ഷേ നമുക്കത് നോക്കില്ല. അതൊന്നും പറ്റിയില്ല. പുള്ളിക്കാരിയുടെ എന്തോ ആളോ എന്തൊക്കെയാണ് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ബാക്കി കാരണം നമുക്ക് ചെയ്യണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ബോട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, മറിച്ച് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനെന്തായാലും ഡോർ എസ്കേപ്പും കാരണം ചെയ്യാൻ പോവാണ്. അതായത് എൻ്റെ പാഡ്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ക്രോബാറും കാറിലും എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ബോട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കിട്ടിയിട്ടില്ല. ഇതിലായിട്ടും എനിക്കൊരു പിടിയേ ഇല്ല. എവിടെയാണോ ഉള്ളതെന്നൊരു പിടിയേ ഇല്ല, എന്തൊക്കെയാണോ ഉള്ളതെന്ന് പോലും. ഞാനെന്തായാലും നൈസിന് പോയിട്ട് ക്രോബാറും കാറിലും എടുത്തിട്ട് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് പൊട്ടിച്ചിട്ട് നേരെ നമുക്ക് ഡോർ എസ്കേപ്പ് ചെയ്യാം. അതും ഗ്രാനി ചാപ്റ്റർ 2 ഡേ 2 നമ്മളിതെല്ലാം ചെയ്യാൻ പോകണേ. അപ്പോൾ വീഡിയോ എന്തെല്ലാം വെച്ചാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ അടിക്കണം ഗൈസ്. ഇത്ര ഒടുവിൽ നമ്മൾ അവസാനം നമ്മളങ്ങനെ ക്രോബാറും കാറിലൊക്കെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകും ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ എത്തി ലെറ്റ്സ് ഗോ. പിന്നെ നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാഡ്ലോക്കിയാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഗ്രാൻഡ് പാൻ അടിച്ചുറങ്ങണം. ഓക്കെ, അത് കുഴപ്പമില്ല, ഗ്രാൻഡ് പാൻ ആണെങ്കിൽ കഴിയട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു പാഡ്ലോക്കിയും കാണുമല്ലോ, അത് വെച്ചിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് എന്തായാലും പാഡ്ലോക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബോട്ട് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഡോർ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. കാരണം നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്തൊക്കെയാണ് ആവശ്യം. ബോട്ടേ കിട്ടുള്ളൂ, സ്പാർക്ക് പ്ലഗൊന്നും നമ്മൾ വെച്ചിട്ടേ ഇല്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് എസ്കേപ്പ് ചെയ്യാം. ഓക്കെ, എന്താ എസ്കേപ്പ് ആണോ? ഓ, ഇവിടെ അതിൻ്റെ ഡോർ. ഓ, ഡോർ ബൈസ്. അപ്പം നമ്മളങ്ങനെ എസ്കേപ്പും കാണുകയും ചെയ്തു. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങോട്ട് ഡോർ ഫ്രണ്ട് വെച്ച് എസ്കേപ്പ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഓ, ഓടിക്കോ എന്ന് പറഞ്ഞ് ഓടി അങ്ങ് പോകണ ആൾ ഓടിക്കോ എന്ന്. അപ്പോൾ നമ്മൾ എസ്കേപ്പ് കാണാനായിട്ടുണ്ട്. ഓ, ഇതാണ് കേട്ടോ ഗ്രാനിയുടെ വീടും കാരണം. എൻ്റെ പോൻ്റെ ഗ്രാൻഡ്പ മാത്രമുണ്ട്. ഗ്രാൻഡ്പ പോയല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്.
അപ്പോൾ നമ്മളെന്തായാലും എസ്കേപ്പ് ആയിട്ടുണ്ട്. പിന്നായിരുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ കാലിലൂടെ അവസാനിക്കുകയാണ് ഗൈസ്. ബൈ ബൈ ഗൈസ്.